ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളുടെ പഠനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരംഭിച്ചത്. ലോകത്തിൻ്റെ അന്ത്യം, പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ആരംഭ ക്ലാസ്സുകളാണ് 19-ാം അധ്യായത്തിൽ നാം തുടങ്ങി വെച്ചത്. മഹോപദ്രവകാലത്തിന് ശേഷം സംഭവിക്കുന്ന 5 സുപ്രധാന സംഭവങ്ങൾ 19-20 അധ്യായങ്ങളിലുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുക. സ്വർഗം സന്തോഷിക്കുന്നു, യേശു ഭൂമിയിലേക്ക് രാജാവായിട്ട് മടങ്ങി വരുന്നു, വിശുദ്ധന്മാർ യേശുവിനൊപ്പം 1000 ആണ്ട് ഭൂമിയിൽ വാഴുന്നു, സാത്താൻ ദൈവത്തിനെതിരെ മത്സരിക്കുന്നു, എന്നാൽ പാപികളായ മനുഷ്യർ ശിക്ഷിക്കപ്പെടുകയും സാത്താനും അവൻ്റെ കൂടെ ചേർന്ന ആളുകളും എല്ലാം നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതിന് ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്നത്. ഈ 5 സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് നാം പഠിക്കാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചു. അതിൽ ഒന്നാമത്തെ സംഭവം സ്വർഗം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. സ്വർഗം സന്തോഷിക്കുവാനും ഹല്ലേലൂയ ഗാനങ്ങൾ പാടി ആരാധിക്കുവാനും എന്താണ് കാരണം എന്ന് നാം പരിശോധിക്കുകയായിരുന്നു. ഒന്നാമത്തെ കാരണം, ദൈവം സത്യമായി, നീതിയായി, വിശ്വസ്തയോടെ ന്യായം വിധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മുടെ ദൈവം വാഴുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ അവൻ എന്നും വാഴുകയാണ്, എന്നാൽ ഭൂമിയുടെ രാജ്യത്വവും അവൻ ഏറ്റെടുത്തിരിക്കുന്നു. 6-ാം വാക്യത്തിലാണ് നാം അത് കണ്ടത്. നമ്മുടെ പഠനം ഈ ക്ലാസ്സിൽ തുടരുമ്പോൾ മൂന്നാമതായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും മറ്റൊരു കാരണവും കൂടി നാം കാണുന്നുണ്ട്. അത് 7-ാം വാക്യത്തിലാണ് കാണുന്നത്. നമുക്ക് ഈ ക്ലാസ്സിൽ 19-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് പരിശോധിക്കാനുള്ളത്. 6 വാക്യങ്ങൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തിയല്ലോ. അതുകൊണ്ട് 7 മുതൽ 10 വരെ വാക്യങ്ങളൊന്ന് വായിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളിൽ മൂന്നാമതായിട്ട് സന്തോഷിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ആധാരമായ കാര്യം 7-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം. എന്താണത്? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ദ ബ്രൈഡ് ഈസ് റെഡി. ഈ 3 കാരണങ്ങളാണ് ദൈവത്തെ സ്തുതിക്കുന്നതിനായിട്ട്, ദൈവത്തിൽ സന്തോഷിക്കുന്നതിന്, ആനന്ദിക്കുന്നതിന് സ്വർഗം കണ്ടെത്തിയത്. എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ ശത്രുക്കളെ നീതിയോടെ ന്യായം വിധിച്ചു, നമ്മുടെ ദൈവം ഭൂമിയുടെ രാജ്യത്വവും കൂടി ഏറ്റെടുത്തു, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നമുക്ക് കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന കാര്യമാണ് പരിശോധിക്കാനായിട്ട് ഉള്ളത്. 7-ാം വാക്യം ശ്രദ്ധിക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കാന്ത ആരാണ് എന്ന് നമുക്കറിയാം. മണവാട്ടി സഭയാണ് അല്ലേ? മണവാട്ടി സഭയാണ് കുഞ്ഞാടിൻ്റെ കാന്ത. നമുക്ക് ലേഖനങ്ങളിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ എഫേസ് ലേഖനം 5-ാം അധ്യായത്തിലും 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും ഒക്കെ ഇത് ക്ലിയറായിട്ട് കാണാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യ ലേഖനം 11:2, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന പ്രയോഗം കാണാം. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇനി എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാണ് വിവരിക്കുന്നത്. അതെല്ലാം പറഞ്ഞതിന് ശേഷം 32-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പോൾ ഈ വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് പഠിക്കണം, ധ്യാനിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എഫേസ് ലേഖനം 5-ാം അധ്യായവും 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായവും ഇത് പരിചിതമാണ്, എങ്കിലും നാം അത് വായിക്കണം. വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയേണ്ട ചില കാര്യങ്ങൾ പറയട്ടെ. കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് മണവാളൻ.
മണവാളനും മണവാട്ടിയും വേണമല്ലോ. എന്നാൽ വാസ്തവത്തിൽ ആരാണ് മണവാളൻ എന്ന് ചിന്തിക്കുമ്പോൾ ആരാ മണവാളൻ? മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. അതാരാ പറഞ്ഞത്? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 3:29. യോഹന്നാൻ്റെ സുവിശേഷം 3:29 സ്നാപക യോഹന്നാൻ പറഞ്ഞു, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ സ്നാപക യോഹന്നാൻ മണവാളനല്ല. ആരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതാ, ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ്. മണവാളൻ കർത്താവ് യേശു ക്രിസ്തുവാണ്. കാരണം അവനാണ് മണവാട്ടി ഉള്ളത്. സ്നാപക യോഹന്നാന് മണവാട്ടി ഉണ്ടോ? ഇല്ല. അവൻ വാക്യം ഒന്ന് വായിക്കാം. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, എന്റെ ഈ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അതായത് യോഹന്നാൻ സ്നാപകൻ ഒരു മണവാട്ടി സഭയെ ഒരുക്കുന്ന ശുശ്രൂഷയ്ക്ക് ദൗത്യം തുടങ്ങി വെക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ ഒരു മണവാട്ടി ഒരുക്കപ്പെടുന്നത് അനേകർ സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് അതിന് യോഗ്യമായ ഫലം കായ്ച്ച് കർത്താവിൻ്റെ വർക്കിനു വേണ്ടി ഒരു വഴി ഒരുക്കാനൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൻ വളരണം, ഞാനോ കുറയണം. അപ്പോൾ ഈ മണവാളൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ മണവാട്ടി ഉള്ളവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് മണവാളൻ, സഭയാണ് മണവാട്ടി എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ മണവാട്ടിയെക്കുറിച്ചും മണവാളിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. ഒരു വിവാഹത്തിൽ എല്ലാവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ആരെയായിരിക്കും? മണവാളിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും കൊണ്ടാണ് പോകുന്നത് മണവാട്ടിയാണ്, അല്ലേ? മണവാട്ടിയാണ് എല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ എന്താ പറഞ്ഞത്? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കി. കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. മണവാളൻ ഒരുങ്ങിയിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. കാരണം കൂടുതൽ ഒരുക്കം ആർക്കാ വേണ്ടത്? മണവാട്ടിക്കാണ്, അല്ലേ? മണവാട്ടിക്കാണ്, കാന്തയ്ക്കാണ്. കാരണം എല്ലാവരുടെയും ശ്രദ്ധ പ്രധാനമായിട്ട് മണവാട്ടിയിലേക്കാണ് പോകുന്നത്. അത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇവിടെ ഈ സ്വർഗത്തിലെ കല്യാണത്തിൽ ശ്രദ്ധ എങ്ങോട്ടാണ് പോയത്? മണവാട്ടിയിലേക്കല്ല, മണവാളനിലേക്കാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? നമ്മുടെ കല്യാണങ്ങളിൽ എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മണവാട്ടിയാണ്. മണവാട്ടിയുടെ ആഭരണം, വസ്ത്രം എല്ലാം ശ്രദ്ധിക്കും. എന്നാൽ സ്വർഗത്തിൽ നടക്കുന്ന ഈ വിവാഹത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത്? ശ്രദ്ധയും ബഹുമാനവും ആരാധനയും എല്ലാം പോകുന്നത് മണവാളനാണ്. അതെങ്ങനെ അറിയാം എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ 7-ാം വാക്യം നോക്ക്. 7-ാം വാക്യം ഒന്ന് വായിച്ചാൽ, നമ്മൾ 7 മുതലാണല്ലോ പഠിക്കുന്നത്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. അവന് മഹത്വം കൊടുക്കുക. അവക്ക് മഹത്വം കൊടുക്കാനല്ല പറഞ്ഞത്, അല്ലേ? ഒന്നുകൂടെ വായിച്ച വാക്യം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന് മഹത്വം കൊടുക്കുക എന്നുള്ളത് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അവൻ, കുഞ്ഞാടിന്റെ കല്യാണം. അതുകൊണ്ട് അവന്, നമ്മൾ ഓടിച്ച് വായിച്ചു പോകുമ്പോൾ ആ വാക്കിന് സ്ട്രെസ് വരുന്നില്ല, ഊന്നൽ വരുന്നില്ല എങ്കിൽ അവിടെയാണ് സ്വർഗം ഊന്നുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ കാണേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആർക്ക് മഹത്വം കൊടുക്കണം? മണവാട്ടിക്ക് മഹത്വം കൊടുക്കണമെന്നല്ല പറഞ്ഞത്, അവന് മഹത്വം കൊടുക്കുക. ഒരു വിവാഹം കഴിയുമ്പോൾ സാധാരണ ഈ മണവാട്ടിയെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. മണവാട്ടിയെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞല്ലോ. ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ എല്ലാവരും ഇപ്പം 2 പേര് കല്യാണത്തിന് പോയില്ല, ഒരാളെ പോയുള്ളൂ എന്നൊക്കെ വിചാരിക്കുക. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിയുമ്പോൾ അവിടെ ഒരു ചർച്ചയുണ്ടാവും. പ്രധാനമായിട്ടുണ്ടാകുന്ന ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, മണവാട്ടി എന്താണ് ധരിച്ചിരുന്നതെന്നുള്ളതാണ്. സാരി എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ സാരിയൊന്നും ആരും ഇടുന്നില്ലെന്ന് എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ. എന്താണ് ധരിച്ചിരുന്നത്? എത്ര ആഭരണം ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ആളിരുന്നത്? വാട്ട് ഡിഡ് ദ ബ്രൈഡ് വെയർ എന്നുള്ളത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന. ചിലപ്പോൾ നമ്മൾ പറയണ്ട, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അവൻ പെണ്ണുങ്ങൾ ഭയങ്കര പ്രശ്നമാവും, പിന്നെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കാനാണ് പോയത് എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ചർച്ചാ വിഷയമാണ്, അല്ലേ? മണവാട്ടി എന്താണ് അണിഞ്ഞിരിക്കുന്നത്, എന്താണ് ധരിച്ചിരിക്കുന്നത് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു, വളരെ ഭംഗിയായിരുന്നോ എന്നൊക്കെ. ചിലപ്പോൾ നമ്മുടെ മക്കളെ കെട്ടിക്കുമ്പോൾ അതുപോലെയൊക്കെ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കും, ആണെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. നമ്മളിവിടെ ചിന്തിക്കുന്ന കല്യാണത്തിന്, ഈ വിവാഹത്തിൽ കുഞ്ഞാടിൻ്റെ കാന്തയ്ക്കും ഒരു വിശേഷ വസ്ത്രമുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? കുഞ്ഞാടിൻ്റെ കാന്ത ധരിച്ചിരിക്കുന്ന ഒരു വിശേഷ വസ്ത്രമുണ്ട്. 8-ാം വാക്യം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിശേഷ വസ്ത്രം. അതുകൊണ്ടാണ് ഈ മണവാട്ടിക്ക് എപ്പോഴും എന്തുണ്ട്? ഒരു വിശേഷ വസ്ത്രമുണ്ട്. ആ വിശേഷ വസ്ത്രം
എന്ത് എന്ന് കാണാൻ അറിയാൻ ആണ് ആളുകൾ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇതാ ഇവിടെ ഈ മണവാട്ടിക്കും എന്തുണ്ട്? ഒരു വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ആ വിശേഷ വസ്ത്രം? ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. ദ റൈച്ചസ് ആക്ട്സ് ഓഫ് ദ സെയിൻസ്. വിശുദ്ധന്മാർ, അപ്പം മണവാട്ടി സഭയിൽ അംഗങ്ങളായിരിക്കുന്നത് വിശുദ്ധന്മാരാണെന്ന് ക്ലിയർ ആണല്ലോ. അവരുടെ നീതി പ്രവൃത്തികളാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ മണവാട്ടിയെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഉൾപ്രാവണത്തിലാണ് മണവാട്ടി സഭ എടുക്കപ്പെട്ടത്, അല്ലേ? എടുക്കപ്പെട്ട സഭയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എടുക്കപ്പെടാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇവനൊക്കെയാണ് എടുക്കപ്പെടാൻ പോകുന്നതെന്ന് ചോദിക്കാറുണ്ടല്ലേ. കാരണം നമ്മൾ തന്നെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാർ പിന്നെ അവനിൽ ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്, ഇവനാണോ എടുക്കപ്പെടാൻ പോകുന്നത്, ഇതൊക്കെ വെറുതെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മുഴുവൻ നുണയല്ല ആളുകൾ പറയുന്നത്. കാരണം നമ്മൾ വചനത്തിൽ തന്നെ എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൽ വിവാഹത്തെക്കുറിച്ച് വായിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, ധ്യാനിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. 27-ാം വാക്യത്തിൽ എന്താ നാം വായിക്കുന്നത്? കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ. തീർച്ചയായിട്ടും മണവാട്ടി സഭയിൽ ഇപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും എന്ത് കാണാൻ സാധിക്കും? കറയുണ്ടാവും, ചുളുക്കമുണ്ടാകും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ പലതായിട്ട് പ്രോബ്ലം ഉണ്ട്. പുറമേ നോക്കിയാലും കുഴപ്പമുണ്ട്, അകത്ത് നോക്കിയാലും കുഴപ്പമുണ്ട്. കറയുണ്ട്, ചുളുക്കമുണ്ട്, മാലിന്യമുണ്ട്, വാട്ടമുണ്ട്, ഇതൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ കല്യാണത്തിന് റെഡിയായി വന്നിരിക്കുമ്പോൾ അവൾ എങ്ങനെയായിരിക്കുന്നത്? ശുദ്ധയും നിഷ്കളങ്കയും മഹത്വവും തേജസ്സും എല്ലാം സ്ഫുരിക്കുന്ന ഒരു ഗ്ലോറിയസ് ചർച്ചായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്, അല്ലേ? അങ്ങനെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നീക്കി അവളെ, ആ വാക്യങ്ങൾ വായിച്ചാട്ടെ, 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ മണവാട്ടിയെ തേജസ്സുള്ള ഒരു മണവാട്ടിയായിട്ട് മുൻ നിർത്തേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. പക്ഷേ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആ പരിപൂർണതയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ, ഉൾപ്രാവണം കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അത് അവരെവിടെ പോകണം? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ ചെല്ലണം. നമ്മൾ ഭൂമിയിൽ അവശേഷിക്കുന്നവരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ട് അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് പണിഷ്മെന്റ് അല്ല. കാരണം ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ലൈസൻസ് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ കുറവൊക്കെ ആയിട്ട് അന്ന് അങ്ങ് ശരിയായിക്കോളൂ എന്നാരും വിചാരിക്കരുത്. കാരണം അങ്ങനെയുള്ളവർ എടുക്കപ്പെടുകയില്ല, മനസ്സിലാക്കണം കേട്ടോ. അവിടെ നമ്മൾ എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, കറയോ ചുളുക്കമോ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി നമ്മെ തേജസ്കരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ 7 കൊല്ലം എവിടെ നടക്കുന്നത്? സ്വർഗത്തിൽ. ഭൂമിയിൽ മഹോപദ്രവം നടക്കുമ്പോൾ സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ട സഭയ്ക്ക് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾക്കും ചെയ്ത കാര്യങ്ങൾക്കും ഒക്കെ എന്ത് കൊടുക്കണം? കണക്ക് കൊടുക്കണം. അവന് ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിൻ്റെ എല്ലാം കണക്ക് കൊടുക്കണം. നാം അവൻ്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാണ്. പണിഷ്മെൻറ്റിന് വേണ്ടിയല്ല. അവിടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിട്ട് തേജസ്, ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നത് എടുക്കപ്പെടുമ്പോഴും അവൻ്റെ മുമ്പിൽ വെളിപ്പെടുമ്പോഴും ഒക്കെയാണ്. എന്നിട്ട് ഈ സഭയെ പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ മടങ്ങി വരുന്ന കൂട്ടത്തിൽ ആരുമുണ്ട്? സഭയുമുണ്ട്. 1000 വിശുദ്ധന്മാരോടുകൂടിയാണ് വരുന്നത്. ആ വരുന്ന വിശുദ്ധന്മാരെ നോക്കിയാൽ അവരിൽ എന്തുണ്ടാകുകയല്ല? കറയും ഉണ്ടാകുകയല്ല, ചുളുക്കം ഉണ്ടാകുകയല്ല, മാലിന്യം ഉണ്ടാകുകയല്ല, വാട്ടം ഉണ്ടാകുകയല്ല. മുഖം തേജസ്വിയായി, സൂര്യനെ പോലെ തേജസ്സുള്ള, അരുണോദയം പോലെ തേജസ്സുള്ള, സൈന്യങ്ങളോടുകൂടി ഒരു കൊടികളോടുകൂടെ കയറി വരുന്ന ഒരു മണവാട്ടിയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ആണ് ഒരുക്കുന്നതെന്ന് അറിഞ്ഞാൽ ഞാൻ അതിലൊരു അംഗമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ, അല്ലെ, അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അത് ചെയ്യാതെ ഉഴപ്പി അടിച്ചിട്ട് എന്നാൽ പിന്നെ അന്ന് ശരിയായിക്കോളും എന്ന് വിചാരിച്ചാൽ എടുക്കപ്പെടുകയല്ല കേട്ടോ. അത് ബ്രാക്കറ്റിൽ ഇട്ടോണം. അതുകൊണ്ട് സഭയ്ക്ക് എല്ലാ ക്ഷീണങ്ങളും മാറ്റി ഒരു വിശേഷ വസ്ത്രം ധരിച്ചിട്ടാണ് അവരുടെ നീതി പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നീതി ഇല്ലല്ലോ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ദൈവം ആ നീതിയുടെ അങ്കി, രക്ഷാവസ്ത്രം നമ്മളെ അണിയിച്ച് ഒരുക്കി നമ്മെ ഈ ബ്യൂട്ടി പാർലറിൽ പോയി മണവാട്ടി വരുന്നത് പോലെ തന്നെ ഇതെല്ലാം അഴിച്ചു വെച്ച് കഴിയുമ്പോൾ ഇവൾ തന്നെ ആയിരുന്നോ ഇന്നലെ കല്യാണത്തിന് ഒരുങ്ങി വന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ ഒരു വലിയ മാറ്റമാണ് കർത്താവ് നമുക്ക് നൽകുവാനായിട്ട്
പോകുന്നത് തേജസ്സുള്ള സഭയെയാണ് വെളിപ്പെടുത്തുന്നത്. വീണ്ടും നമ്മൾ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, യഹൂദ പാരമ്പര്യത്തിൽ വിവാഹം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന വിവാഹങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമാണ് യഹൂദന്മാരുടെ രീതി. യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ് കൂടുതലും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യകാലത്ത് സഭയിൽ ഉണ്ടായിരുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തെന്നുള്ളത് കൊണ്ട് ഈ വാക്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് എളുപ്പമായി കാണും. നമുക്കൊരല്പം കൂടെ എക്സ്പ്ലനേഷൻ വേണം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യഹൂദന്മാർക്കൊരു വിവാഹ നിശ്ചയമുണ്ട്, ഡേറ്റിംഗ് അല്ല. നമുക്കിന്നുള്ളതുപോലെ ഡേറ്റിംഗ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പിള്ളേരും കൂടി പറഞ്ഞു തുടങ്ങി. എങ്ങനെയാണ് പെട്ടെന്നൊന്ന് കണ്ടിട്ട് കല്യാണം കഴിക്കുന്നത്, ഒരു മാസമെങ്കിലും സംസാരിച്ച് നോക്കണം, പറ്റുമെങ്കിൽ കൂടെ ജീവിച്ച് നോക്കണം, പിന്നെ പറയാമെന്നൊക്കെ ഇപ്പോൾ പറയുന്നത്. അല്ലാതെ 5 മിനിറ്റ് നിങ്ങളൊക്കെ എങ്ങനെ കെട്ടി എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടമാണ് അവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നതെങ്കിൽ പണ്ടങ്ങനെ അല്ല, ഒരു വിവാഹ നിശ്ചയം. അതുകൊണ്ടാണ് പൗലോസ് എന്ത് പറഞ്ഞത്? 2 കൊരിന്ത്യർ ലേഖനം 11:2 എന്താ നമ്മൾ വായിച്ചതെന്ന് ഓർക്കുന്നുണ്ട്? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ പശ്ചാത്തലം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മണവാളനും മണവാട്ടിയും ഏതാണ്ട് കൗമാരപ്രായത്തിലെത്തി. അവർ കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സെക്ഷൽ മെച്യൂരിറ്റി, പ്യൂബേർട്ടി എന്ന് പറയും, ആ പ്രായത്തിലൊക്കെ എത്തി അവർ വിവാഹപ്രായത്തിലേക്ക് വരുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാർ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട്, നമ്മുടെ പഴയ അറേഞ്ച്ഡ് മാരേജ് പോലെ, പഴയ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ അത് വളരെ കുറവായതുകൊണ്ടാണ് കേട്ടോ, അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് ചെയ്ത് മാതാപിതാക്കന്മാർ സംസാരിച്ച് പെണ്ണും ചെറുക്കനുമൊക്കെ കണ്ട് ഒരു തീയതിയൊക്കെ നിശ്ചയിക്കുന്നതിനാണ് എന്ന് പറയുന്നത് വിവാഹ നിശ്ചയം. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ പഠിക്കുമ്പോഴേ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. അവരിങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ പിന്നെ ആര് നിശ്ചയിച്ചു വിവാഹം? നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ അവരിതൊക്കെ നിശ്ചയിച്ചു. എന്നിട്ട് നമ്മളെന്നിട്ടെന്ന് പറയാം, നമ്മുടെ ജോലിയല്ലേ ഇതൊക്കെ ശരിയാക്കി കൊടുക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. വേദപുസ്തകത്തിൻ്റെ ട്രഡീഷനും യഥാർത്ഥത്തിലുള്ള യഹൂദൻ്റെ പാരമ്പര്യവും അങ്ങനെയല്ല. അവർക്ക് തോന്നിയത് അവർ നിശ്ചയിക്കുകയല്ല. ഇതിനകത്ത് അപ്പനും അമ്മയ്ക്കും ഒക്കെ വേദപുസ്തകം പഠിക്കണം. പ്രത്യേകിച്ച് നമ്മൾ കൊരിന്ത്യർ ലേഖനം പഠിച്ചപ്പോൾ 7-ാം അധ്യായം പഠിച്ചപ്പോൾ ഒരു അപ്പന് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാതിരിക്കാൻ വരെ അധികാരമുണ്ട്. അതുകൊണ്ട് പ്രയോജനമില്ല, ദൈവഹിതം അങ്ങനെ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യാവുന്നവരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളിവിടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് പെൺമക്കളുടെ മേൽ ആൺമക്കളുടെ മേൽ ഒക്കെ അധികാരമുണ്ട്. അവർക്ക് കീഴടങ്ങിയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അവരാണ് ഈ വിവാഹ നിശ്ചയത്തിൽ പ്രവേശിക്കുന്നത്. വിവാഹം കഴിക്കേണ്ടത് മണവാളിനും മണവാട്ടിയുമായിരിക്കാം, പക്ഷെ വിവാഹം നിശ്ചയിക്കുന്നത് മാതാപിതാക്കന്മാരാണ്. പൗലോസിന് കൊരിന്തിൽ എന്ത് സ്ഥാനമാണ് ഉണ്ടായിരുന്നത് എന്നറിയാമോ? എന്തുകൊണ്ടാണ് ഈ വിവാഹ ഞാൻ 2 കൊരിന്ത്യർ ലേഖനം ഒന്ന് എടുക്കുകയാണെങ്കിൽ 1-2 ലേഖനങ്ങൾ നോക്കണം. 11:2 നമ്മൾ വായിച്ചത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം. അപ്പം പൗലോസ് ഇങ്ങനെ കയറി ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എന്താ അദ്ദേഹത്തിന് അധികാരം? അതൊരു അഭിപ്രായം പറഞ്ഞതാണോ എന്നൊക്കെ ചിന്തിച്ചാൽ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല, അല്ലേ? ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. കൊരിന്ത് സഭയുടെ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. ചുമ്മാതെ ആലങ്കാരികമായിട്ട് എഴുതിയതാണെന്ന് ആരും പറയരുത്. മനസ്സിലായോ? ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ? കൊരിന്ത് സഭയുടെ പിതാവിൻ്റെ സ്ഥാനത്ത്, പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പൗലോസ് സംസാരിച്ചിട്ട് പറഞ്ഞത്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ ഏൽപ്പിക്കുവാൻ ഞാൻ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതുപോലെ മാതാപിതാക്കന്മാരാണ്, പ്രത്യേകിച്ച് മണവാട്ടിയുടെ പിതാവാണ് മകളുടെ വിവാഹ നിശ്ചയം നടത്തുന്നത്. യഥാർത്ഥ വിവാഹങ്ങളിൽ, യഹൂദ വിവാഹങ്ങളിലും സെമിറ്റിക് കൾച്ചറിൽ ഏത് വിവാഹത്തിലും ഈ മകളെ മണവാളന് പിടിച്ചു കൊടുക്കുന്നത് ആരാ? പാസ്റ്ററല്ല, അല്ലെങ്കിൽ ഒരു പുരോഹിതനല്ല, പിന്നെ പിതാവാണ് കൊടുക്കുന്നത്. പിതാവിൻ്റെ പുത്രിയെ അടുത്ത അധികാരിയുടെ കയ്യിലേക്ക് കൈമാറുന്ന രീതി അത് വേദപുസ്തകത്തിൻ്റെ പാരമ്പര്യത്തിലും യഹൂദ പാരമ്പര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പിതാവിന് അവിടെ ഒരു പ്ലേസ് ഉള്ളത്, വിവാഹ നിശ്ചയം ചെയ്യുന്നതും വിവാഹത്തിൽ മകളെ കൊടുക്കുന്നതും. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് വിവാഹിത അല്ലാത്ത ഒരു സ്ത്രീ പിതാവിനും, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ഭർത്താവിനും വിധേയപ്പെട്ടിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രമാണം അനുഷ്ഠിച്ച് ഇത്രയും നാൾ എൻ്റെ വീട്ടിലായിരുന്നു, ഞാനിതാ
മറ്റൊരാളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ വിവാഹം. അപ്പോൾ ഇവിടെ നമ്മൾ കൊരിന്ത് ലേഖനത്തിൽ കാണുന്നത് പൗലോസ് അപ്പോസ്തലൻ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ സഭയെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിക്കുവാനായിട്ട് വിവാഹ നിശ്ചയം നടത്തുന്നത്. ഇങ്ങനെ നടത്തുന്ന വിവാഹ നിശ്ചയം നിയമപരമായി നിലനിൽക്കുന്നതാണ്, സ്വാധുതയുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിവാഹ നിശ്ചയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാതലിക്സ് ഒക്കെ ആണെങ്കിൽ മനസ്സമ്മതമെന്നോ അതിനൊരു രജിസ്റ്ററുണ്ട്, അന്ന് പേപ്പർ കൈമാറുന്നുണ്ട് അല്ലേ. വിവാഹ നിശ്ചയ രേഖ എന്ന് പറയുന്നൊരു കാര്യമൊക്കെ പെന്തക്കോസ്തുകാരുടെ ഇടയിലും ഒക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, എല്ലാ സഭകളിലും തന്നെ ഉണ്ട്. അപ്പം അതൊരു രേഖയാക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ഉറപ്പിച്ചതാണ്, വാക്കിന് ഉറപ്പുള്ളതാണ്, പറഞ്ഞു എന്ന് പറഞ്ഞ് തീരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് നിയമപരമായ നിലനിൽപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു വിവാഹ മോചന വ്യവസ്ഥയിലേക്ക് വരേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ആ രേഖ നള്ളിഫൈ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ സാധുത ഇല്ലാതാക്കുന്നതിന് കഴിയുകയുള്ളൂ. അതൊരു വലിയ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് രേഖ അവിടെ വെച്ച് തന്നെ എഴുതുകയും കല്യാണത്തിന് കുറി കൈമാറുകയും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ. ഇത് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ വിവാഹ നിശ്ചയത്തിന് ശേഷം അവിശ്വസ്തതയും വ്യഭിചാരവും മറ്റും വന്നാൽ അത് വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാകാം. ഏറ്റവും നല്ല ഉദാഹരണം എല്ലാം ബൈബിളിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോസഫ്, മറിയ, ഓർക്കുന്നുണ്ടോ? വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. പക്ഷേ മറിയ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? മത്തായി 1-ാം അധ്യായം എടുത്ത് 18-ാം വാക്യം മുതലൊന്ന് വായിച്ചാൽ അത് കണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിയത്? ദൈവം അവിടെ ഇടപെട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചത് എന്ന് കാണണം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി, ആ സംഭവം അറിയാമല്ലോ എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഇപ്പൊ നമ്മൾ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് പഠിക്കാനല്ല ഈ സംഭവം പറഞ്ഞത്. എൻ്റെ ഗൗരവം മനസ്സിലായോ? വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഈ നിശ്ചയം കഴിഞ്ഞ മണവാട്ടി വേർപാടും വിശുദ്ധിയും ആചരിച്ച് വിവാഹം വരെ എങ്ങനെയായിരിക്കണം? നിർമ്മല കന്യകയായിരിക്കണം. അതിൻ്റെ പ്രാധാന്യം കാണിക്കാനായിട്ട് അത് ചരിത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് യഹൂദ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് രണ്ടുപേർക്കും നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ജോസഫ് രഹസ്യത്തിൽ അത് വേണ്ട എന്ന് വെക്കാനായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കാര്യമായതുകൊണ്ട് പരിശുദ്ധാത്മാവും ദൈവമൊക്കെ ഇടപെട്ട് അതെല്ലാം ക്രമീകരിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല. വിവാഹം പരസ്യമാക്കി പൊതുജനത്തെയൊക്കെ അറിയിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സമയമാകുമ്പോൾ, അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹത്തിൻ്റെ സമയമാകുമ്പോൾ യഹൂദ്യ പാരമ്പര്യം അനുസരിച്ച് മണവാളനൊരു സ്വയം തൊഴിൽ വേണം, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് വേണം. കാരണം ഈ കല്യാണം കഴിഞ്ഞാൽ ഈ ആളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വാടക വീട് പറ്റുകയില്ല. ഒരു തൊഴിൽ വേണം. തൊഴിൽ ചെയ്ത് ഈ മണവാട്ടിയെ കൊണ്ടുവന്ന് പുലർത്താനായിട്ട് ഒരു വീടും വെച്ചിരിക്കണം. എന്നിട്ട് മണവാളൻ വിവാഹം കഴിഞ്ഞ് മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ കർത്താവ് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ, ഭവനം ഒരുക്കുവാൻ. ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും. നമുക്ക് ഇത്രയും ക്ലാസ് എടുത്താൽ തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, മാൻഷൻസ്, കൊട്ടാരങ്ങളുണ്ട്. അവിടെ ഞാൻ നിങ്ങളെ ചേർക്കും, നിങ്ങളെ ചേർക്കാൻ ഞാൻ വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ദിവസം വന്ന് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ച് നിങ്ങളെ എൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ തന്നെയായിരുന്നു യഹൂദ വിവാഹം. മണവാളൻ മണവാട്ടിയുടെ വീട്ടിൽ ചെന്ന് അവളെ തൻ്റേതാക്കും. അവിടെ ഞാൻ പറഞ്ഞല്ലോ, പിതാവ് മകളെ മണവാളന് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ തൻ്റേതാക്കുന്നത്. എന്നിട്ട് മണവാട്ടിയെ മണവാളൻ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ആ വീട്ടിൽ ഒരു വലിയ വിരുന്നൊരുക്കിയിട്ടുണ്ടാകും. അതിനെയാണ് മാരേജ് സപ്പർ അല്ലെങ്കിൽ വെഡിങ് സപ്പർ എന്ന് പറയുന്നത്. വിവാഹ വിരുന്ന് അല്ലെങ്കിൽ വിവാഹ അത്താഴം എന്ന് പറഞ്ഞത് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾ സന്തോഷത്തോടെ വിരുന്നനായിട്ട് ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ അവരവിടെ സമയം ചെലവഴിക്കുകയാണ്. ഇന്നുള്ളതുപോലെ
ഒരൊറ്റ ഊണിൽ തീരുന്ന കാര്യമല്ല. നമ്മളിന്ന് ഒരൊറ്റ ഊണിൽ വിവാഹത്തിൻ്റെ പരിപാടികളൊക്കെ തീർന്നു അല്ലേ? അങ്ങനെ ഒറ്റ ഊണിൽ തീരുന്ന ഒരു വിവാഹ സദ്യ അല്ല യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു? മിനിമം ഒരാഴ്ചത്തേക്കെങ്കിലും നീണ്ടു നിൽക്കുന്നതാണ്. അതിഥികൾക്ക് വരാനും പോകാനും സൗകര്യമുള്ളപ്പോൾ വരിക, സൗകര്യമുള്ളപ്പോൾ പോവുക. നമ്മുടെയൊക്കെ വിവാഹത്തിലാണ്ട് എപ്പോഴും ഊണിൻ്റെ അതിൻ്റെ കറക്റ്റ് സമയത്ത് ഹോൾ അടച്ചിട്ടിരിക്കുകയായിരിക്കും. തുറക്കുന്ന സമയത്ത് ഇടിച്ചു കയറുക, കഴിക്കുക, സ്ഥലം വിടുക. മണവാളിന് ആരാണെങ്കിലും കുഴപ്പമില്ല, മണവാട്ടി ആരാണെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണ് സർവീസ് നടന്നെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും ഭക്ഷണം കിട്ടണം. ഈ ഒരു താല്പര്യം, അങ്ങനെ ഒരു കല്യാണം ഇല്ല യഹൂദന്മാർക്ക്. ഒരാഴ്ചത്തെ പരിപാടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ബൈബിളിലെ ചില ഉപമകൾ നോക്കിയാൽ മതി. മത്തായി 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അവർ മണവാളനെ എതിരേൽക്കാനായിട്ട് വിളക്കെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരുടെ സാദൃശ്യം വായിച്ചാൽ മതി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെന്ന് മുട്ടി, പക്ഷെ വാതിൽ തുറന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? വേണമെങ്കിൽ ഒന്ന് വായിക്കാം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുവാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു. കല്യാണ സദ്യക്ക് നമ്മള് ഓഡിറ്റോറിയത്തിൽ ചെന്നല്ല കേട്ടോ, ശ്രദ്ധിക്കണം. കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. വീട്ടിൽ വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. വാതിലടച്ചു. പിന്നെ ഇവിടാണെങ്കിൽ വാതിൽ തുറക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ഉടനെയാണ്. പിന്നെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും വന്ന് കഴിച്ചു പോകാം. നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയല്ല. മണവാളനും മണവാട്ടിയും അവൻ്റെ വീട്ടിൽ കയറി വാതിൽ അടച്ചാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അവിടെ ഒരു സദ്യയും ഒരുമിച്ചുള്ള ജീവിതവും സന്തോഷവും ആനന്ദവും. എന്താ ഇതൊക്കെ കാണിക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലത്തെ ഒരു 1 ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു 1 മീൽ പ്രോഗ്രാം അല്ല വിവാഹം എന്ന് പറയുന്നത്. വാതിലടച്ചു. ലേറ്റായിട്ട് വരുന്നവർക്ക്, ഒരുങ്ങാത്തവർക്ക്. നമ്മൾ ഈ കന്യകമാരുടെ ഉപമയൊക്കെ പഠിക്കുമ്പോൾ ആകപ്പാടെ എണ്ണ പരിശുദ്ധാത്മാവാണെന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കാനുണ്ട് എന്നുള്ള കാര്യം. ഒരുങ്ങിയിരിക്കണം അല്ലേ? ഏത് സമയത്ത് സംഭവിക്കാം, അർദ്ധരാത്രിക്കാകാം, അതെല്ലാം അതിനകത്തുണ്ട്. അകത്ത് കടന്ന് കഥ കടച്ചാൽ പിന്നെ ചെന്ന് കയറാനായിട്ട് പറ്റുകയില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഏതാണെങ്കിലും ഇവിടെ നമ്മുടെ വിഷയം ഈ വെഡിങ് സപ്പർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഏതെങ്കിലും ഒരു മീൽ കഴിച്ച് എപ്പോഴെങ്കിലും വന്ന് പോകുന്നതല്ല. ഒരുങ്ങിയിരുന്ന് മണവാളിൻ്റെ കൂടെ ചേർന്ന്. അപ്പോൾ കല്യാണ സദ്യയിൽ മണവാളനുണ്ട്, മണവാട്ടിയുണ്ട്, ക്ഷണിക്കപ്പെട്ടവരുണ്ട്. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരും ഭാഗ്യവാന്മാരാണ്. ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണം. അപ്പോൾ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് മണവാട്ടി സഭ ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. മണവാട്ടി സഭയെക്കുറിച്ച് ചിന്തിക്കുക. മണവാട്ടി സഭ ക്രിസ്തു എന്ന ഏക പുരുഷനായി ഇപ്പോൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് സഭ മണവാളനെ കണ്ടിട്ടില്ല. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. വിവാഹ നിശ്ചയം ചെയ്യുന്നിടത്ത് ചെറുക്കൻ ചെല്ലെങ്കിൽ മണവാളൻ ചെല്ലുകയല്ലായിരുന്നു. ചിലപ്പോൾ മണവാട്ടി നേരത്തെ വീട്ടിൽ പോകുകയല്ലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ, അങ്ങനൊന്നും ഇല്ല. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് വീട് എന്താണെന്നുള്ളത് കാണുന്നത്, ഈ ചെറുക്കനെ തന്നെ ചിലപ്പോൾ കാണുന്നത്. അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇന്ന് നാം അവനെ കണ്ടിട്ടില്ല, എങ്കിലും നാം അവനെ സ്നേഹിക്കുന്നു. ചെറുക്കനെ കണ്ടിട്ടുണ്ടോ എന്ന് കാണണമെന്ന് പോലും നിർബന്ധമില്ലെന്ന്. ഇപ്പോൾ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഇന്നത്തെ കാലത്ത് മതിയാകുന്നില്ല. പക്ഷേ നമ്മളവനെ കണ്ടിട്ട്, പത്രോസ് പറഞ്ഞു ഒന്ന് വായിച്ചേ. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നാം വായിക്കുന്നത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം ഇവൻ കള്ളനല്ല, പറ്റിക്കുകയല്ല, വഞ്ചന ഉണ്ടാകുകയല്ല, ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ
ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊരു ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പെട്ടെന്നൊരു ദിവസം നമ്മളുടെ വീട് ഒരുങ്ങി കഴിയുമ്പോൾ മണവാളൻ മടങ്ങി വന്ന് തൻ്റെ മണവാട്ടിയെ സ്വർഗത്തിൽ ചേർക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ കലങ്ങി പോകരുത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. 2-3 വാക്യങ്ങൾ മാത്രം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ അങ്ങനെ കർത്താവ് നമ്മളെ ചേർക്കുന്ന ഒരു സന്ദർഭം ഉണ്ട് എന്നറിയണം. അതിൻ്റെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. നമുക്ക് സമയലാഭത്തിന് 16-ഉം 17-ഉം വാക്യങ്ങൾ മാത്രം വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ മാത്രം വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ മണവാട്ടി സഭയുടെ പ്രവൃത്തികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധിക്കപ്പെടും, വിലയിരുത്തപ്പെടും. അവളുടെ കറകളും കളങ്കങ്ങളും എല്ലാം യേശു മായ്ച്ചു കളഞ്ഞ് അവളിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിച്ച് മണവാളിന് ചേരുന്ന തേജസ്സുള്ളൊരു മണവാട്ടിയാക്കി അവളെ മാറ്റിയിട്ടാണ് യേശുവിനോടൊപ്പം ഭൂമിയിലേക്ക് 1000 ആണ്ട് വാഴ്ചയ്ക്കായി മടങ്ങി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. മഹോപദ്രവ കാലത്തിൻ്റെ അന്ത്യ സമയത്ത് തേജസ്സുള്ള കർത്താവിനോടൊപ്പം തേജസ് പ്രാപിച്ച സഭയും കൂടി മടങ്ങി വരികയാണ്. കല്യാണം നടക്കുകയല്ല, കല്യാണം മധ്യാകാശത്തിൽ വെച്ച് സഭ എടുക്കപ്പെട്ടപ്പോഴാണ് നടന്നത്. ഇപ്പോൾ മണവാട്ടിയും കൊണ്ട് ഭൂമിയിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വർഗത്തിൽ കല്യാണ സദ്യയൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ കല്യാണ സദ്യ ഉണ്ടോ? പിന്നെ സദ്യ ഉണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 13-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ലൂക്കോസ് വിശേഷം 13-ാം അധ്യായത്തിൻ്റെ 29. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിൽ ഇരിക്കും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. ദൈവരാജ്യത്തിൽ അങ്ങനെ ഒരു പന്തിക്ക് ഇരിക്കും. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഇത് തന്നെ പറയുന്നുണ്ട്. മത്തായി 8:11. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കല്യാണവും പന്തിക്കിരിക്കലും ഒക്കെ ഉണ്ട്. അത് ഇവിടുത്തെ പോലെ തന്നെ അവിടെയും ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ ഗ്രഹിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. 7 ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഓർക്കുന്നുണ്ടോ? പ്രാരംഭ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പഠിച്ചപ്പോഴാണ് ആ 7 ഭാഗ്യവാന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നത്. 1:3 ഓർക്കുക. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം പഠിച്ചപ്പോഴാണ് 7 ഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ആരെങ്കിലും മറന്നുപോയെങ്കിൽ അതെടുത്തൊന്ന് കേൾക്കണം. ഇപ്പോൾ നമ്മൾ 19-ാം അധ്യായം പഠിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിച്ച് പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഇത് ഭാഗ്യവാന്മാരെ കുറിച്ച് 7 ഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് 4-ാമത്തെ ഭാഗ്യവാന്മാരാണ് അല്ലേ? അതൊക്കെ ഓർക്കുന്നുണ്ടോ? 4-ാമത്തെ ഭാഗ്യവാന്മാരാണ് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ. ആരാണ്
കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ. അപ്പോൾ ഇത് അന്ന് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 19-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാമെന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആരാണ് ഈ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ? മണവാട്ടി സഭയാണോ? മണവാട്ടി സഭയല്ല. കാരണം മണവാട്ടി സഭ അവിടെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവളല്ല. കാരണം ഇവിടെ മണവാളിനും മണവാട്ടിയും കല്യാണത്തിനായിട്ട് വന്നു, അവർ വിവാഹിതരായിരിക്കുകയാണ്. അപ്പോൾ ക്ഷണിക്കപ്പെടുന്നത് വേറെ അതിഥികളാണല്ലോ, അല്ലേ? ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ അതൊന്നും വ്യക്തതയോ ഇല്ലാതെ ആ മണവാട്ടി സഭയാണ് ക്ഷണിക്കപ്പെട്ടതെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ മണവാട്ടി സഭയല്ല കല്യാണത്തിന് ക്ഷണിക്കുന്നത്. മണവാളനും മണവാട്ടിയും കൂടെ അല്ലേ അതിഥികളെ ക്ഷണിക്കുന്നത്, അല്ലേ? കല്യാണത്തിന് നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയല്ലേ, തിരിച്ചും ചോദിക്കുമല്ലോ. രണ്ടും കൂടെ എത്ര അതിഥികൾ കാണും? ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറ്? പ്ലീസ് തിങ്ക്. അതോ മണവാളം പറയാണ് നീയാണ് അതിഥി ആകെ, തിരിച്ച് മണവാട്ടിയും പറയാണ് നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ അതിഥികളില്ല, അവൻ അവർ രണ്ടുപേരും മാത്രമേ കാണുള്ളൂ കല്യാണത്തിന്. അങ്ങനല്ല, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഒരുപാടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആര് എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. പഴയ നിയമ വിശുദ്ധന്മാർ മഹോപദ്രവ കാലത്ത് രക്ഷ പ്രാപിച്ചവരുമായ വിശ്വാസികൾ, ട്രിബുലേഷൻ സെയിൻസ്. നമ്മൾ മഹോപദ്രവത്തെക്കുറിച്ച് പഠിച്ച സമയത്തൊക്കെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, മഹോപദ്രവ കാലത്ത് ആരും രക്ഷിക്കപ്പെടുകയില്ല എന്നൊരു ചിന്ത പൊതുവായിട്ട് പലരുടെയും മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനല്ല, മഹോപദ്രവ കാലത്തിലും അവിടെ നിത്യസുവിശേഷം പ്രസംഗിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? ചിലർ മാനസാന്തരപ്പെട്ടു, ചിലർ മാനസാന്തരപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മഹോപദ്രവ കാലഘട്ടത്തിൽ രക്ഷ പ്രാപിച്ചവരായ വിശ്വാസികളുണ്ട്. പഴയ നിയമ അതുകൊണ്ടല്ലേ നമ്മൾ വായിച്ച വാക്യം ഓർക്കുന്നുണ്ടോ? അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ പന്തിക്കിരിക്കുമെന്ന് വായിച്ചത് ഓർക്കുന്നുണ്ടോ? മത്തായി 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്. മഹോപദ്രവ കാലഘട്ടത്തിലെ രക്ഷയിലേക്ക് വന്ന വിശ്വാസികളായ വിശുദ്ധന്മാരുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വേറൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിത്യതയിൽ ചെന്നാലും ദൈവജനത്തിൻ്റെ ഇടയിൽ വിഭാഗീയതകളും വർഗീയതകളും വേർതിരിവുകളും ഒക്കെ ഉണ്ടോ? നിങ്ങളുടെ ചോദ്യം ചോദിച്ച് ഞാൻ തന്നെ മറുപടി പറയാം. അങ്ങനെ ചോദ്യം വരികയല്ലേ? അങ്ങനെ ഉണ്ടോ? ഇല്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും ഒരുമിച്ചാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യഭരണ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നത് നിത്യതയിലേക്കല്ല. നിത്യത പിന്നെയാണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്? 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനായിട്ട് രാജാവ് വരികയാണ്. രാജാവിൻ്റെ കൂടെ രാജ്ഞിയെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അവിടെ കല്യാണം നടന്നു. കല്യാണത്തിന് ഇരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ന്യായവിധിയും കഴിഞ്ഞിട്ടാണ് നിത്യത, പുതിയ യെരൂശലേം. അന്നാണ് നാം പുതിയ യെരൂശലേം കാണുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നത്. അങ്ങനെയാണ് നാം കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം പിരിയും. പാട്ടുകാരൻ പാടിയില്ലേ, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അത് സംഭവിക്കുന്നില്ല. ആ കാര്യം അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്നതിനായിട്ട് കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കൂടെ ആരുണ്ടാകും? മണവാട്ടി സഭയുണ്ടാകും. അവൾ തേജസ്സുള്ളവൾ ആയിരിക്കും. അങ്ങനെ കർത്താവ് വരുന്നത് 1000 വിശുദ്ധന്മാരോട് കൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് രാജ്യഭരണത്തിനായിട്ട് വരുന്ന കാര്യമാണ് പറയുന്നതെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അവിടെ വേറെ ചില കാര്യങ്ങളൊക്കെ തീർക്കാനുള്ളത് കൊണ്ട് സഭ ക്രിസ്തുവിൻ്റെ കൂടെ വാഴും. പിന്നീട് ഇസ്രായേൽ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹാബന്ധിതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് നാം നിത്യതയിൽ ചെന്ന് കഴിയുമ്പോൾ വ്യത്യാസങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിത്യതയിൽ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു കഴിയുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളും വിഭാഗീയതകളും ഇല്ലാതെയാകും. എന്നാൽ ഇപ്പോൾ ഇസ്രായേലുണ്ട്, സഭയുണ്ട്, പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, മഹോപദ്രവ വിശ്വാസികളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നിത്യത തുടങ്ങിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു കഴിയുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളും നീങ്ങി എല്ലാവരും ചേർന്ന് ഒന്നാകും. അതുവരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പല തലങ്ങളിൽ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്കൊരു വിശേഷ വസ്ത്രം ലഭിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴും സ്വർഗത്തിൽ എന്തുണ്ടായി? ഹല്ലേലൂയ! അവിടെ ആരാധനയും ആഘോഷവും ഒക്കെ ഉണ്ടായി. എന്നാൽ നമ്മളതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചിന്തിക്കാനായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ആശ്ചര്യഭരിതനായി, അല്ലേ? തനിക്കിതെല്ലാം കാണിച്ചു കൊടുത്ത, ഇതെല്ലാം വിവരിച്ചു കൊടുത്ത
ദൂതനെ നമസ്കരിക്കേണ്ടതിന് യോഹന്നാൻ അവൻ്റെ കാൽക്കൽ വീണു. 10-ാം വാക്യം നോക്കുക. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ ഇത് ഒരിക്കൽ സംഭവിച്ച കാര്യമല്ല. യോഹന്നാൻ ഇത് പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. 22-ാം അധ്യായം നോക്കുകയാണെങ്കിൽ 22-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ പുസ്തകം അവസാനിക്കുമ്പോഴും നാം കാണുന്നത് ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട് അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ പിന്നെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ നമസ്കരിക്കണം. നാം പല ആശ്ചര്യകരമായ കാര്യങ്ങൾ, ആവേശഭരിതമായ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടു എന്നൊക്കെ വരാം. പക്ഷെ ആരാധന എപ്പോഴും എങ്ങോട്ട് പോകണം? ദൈവത്തിലേക്ക്, ദൂതന്മാരെ അല്ല. ഈ ദൂതൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളുടെ സഹഭൃത്യനാണ്, നിങ്ങൾ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ഈ ഒരു ടെൻഡൻസി ഉണ്ടെന്നുള്ളത് ഇടയ്ക്ക് ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കൊലോസ് ലേഖനം 2:18 ഓർക്കുകയാണെങ്കിൽ ദൂതന്മാരെ ആരാധിക്കുന്നതിലും പ്രവേശിച്ച് തലയെ മുറുകെ പിടിക്കാതെ എന്നൊരു കാര്യം നമുക്ക് കാണാം. അതായത് സഭാ കാലഘട്ടത്തിലും അനേകം ആളുകൾ ദൂതന്മാരെ ആരാധിക്കുകയും ദൈവത്തെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ദുര്യോഗമുണ്ട്. കൊലോസ്യർ 2:18 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. അപ്പൊ ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ചോദ്യം, യോഹന്നാൻ അപ്പോസ്തലന് ഇതറിയാൻ പാടില്ലായിരുന്നോ? കാരണം പൗലോസ് അപ്പോസ്തലനാണ് എഴുതി വച്ചേക്കുന്നത് ദൂതന്മാരെ ആരാധിക്കരുത്. അതേപോലെ തന്നെ ദൈവാത്മാവിൻ്റെ കൃപയും നിറവും യേശുവിൻ്റെ അപ്പോസ്തലനൊക്കെ ആയിരുന്ന യോഹന്നാന് ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല എന്നറിയാൻ പാടില്ലായിരുന്നു? തീർച്ചയായിട്ടും അറിയാമായിരുന്നു. പക്ഷേ യോഹന്നാനുണ്ടായ വെളിപ്പാടും പത്മോസ് ദ്വീപിലെയും മറ്റു അനുഭവങ്ങളും ഒക്കെ വായിക്കുമ്പോൾ യോഹന്നാൻ അനുഭവിച്ചതും കടന്നുപോയതുമായ വൈകാരിക യാഥാർത്ഥ്യങ്ങളുടെ നേരെ നമുക്ക് കണ്ണടയ്ക്കാൻ ഒക്കുകയില്ല. അതുപോലത്തെ വല്ലാത്ത പീഡനത്തിലും കഷ്ടതയിലും കൂടിയാണ് അദ്ദേഹം കടന്ന് പോയത്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ആ കാര്യം മറന്നുപോയിട്ട് ദൈവം ഇത്ര ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് പെട്ടെന്നൊക്കെ നമസ്കരിച്ച് പോയതാണ്. യോഹന്നാൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നത് പോലെ ഈ ദൂതനും ആരാണ്? ദൈവത്തിൻ്റെ ദാസനാണ്. അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? ഞാനും ഒരു ദാസനാണെന്നാണ് ദൂതൻ പറയുന്നത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ആരെയാ നമസ്കരിക്കാനുള്ളത്? യോഹന്നാനും ദൂതനും ആരെയാ നമസ്കരിക്കാനുള്ളത്? ദൈവത്തെയാണ്. അതുകൊണ്ടാണ് ഞാൻ സഹഭൃത്യനത്രേ. ആ പ്രയോഗം ഉണ്ടായിരുന്നു. ഞാൻ യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ഞാൻ സഹഭൃത്യനത്രേ. നീയും ദൈവത്തിന്റെ ദാസനാണ്, ഞാനും ദൈവത്തിന്റെ ദാസനാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ നമസ്കരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ദൂതന്മാർക്ക് ഒരു ദൗത്യമുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 1:14 ദൂതന്മാർ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളാണ്. അതൊരിക്കലും നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൂതന്മാരെ ഒരിക്കലും ആരാധിക്കാൻ പാടില്ല. ആരാധിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ്. സേവകാത്മാക്കൾ അവർ ദൈവത്തിൻ്റെ ദാസന്മാരാ, നമ്മളും ദൈവത്തിൻ്റെ ദാസന്മാരാണ്. നാം എല്ലാം ആരാധിക്കേണ്ടത്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ സ്വർഗത്തിൽ മൂപ്പന്മാരും ദൂതന്മാരും ഒക്കെ ആരാധിക്കുമ്പോൾ അവരോട് ചേർന്ന് നാമും ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത്. ദൂതന്മാരുടെ ദൗത്യം എബ്രായർ 1:14 എന്ന് കേട്ടാട്ടെ. എബ്രായ ലേഖനം 1-ാം അധ്യായം. അവരൊക്കെയും ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? അപ്പോൾ ഇത് എടുത്ത് ഞാൻ ദൂതന്മാരെ ആരാധിക്കരുതെന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പല സന്ദർഭങ്ങളിലും ഈ അപ്പോസ്തല പ്രവൃത്തി മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച മനുഷ്യർ അപ്പോസ്തലന്മാരെ ആരാധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും ഇതില്ലേ? ഇന്ന് ഏതെങ്കിലും ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ അനുഗ്രഹം കിട്ടിയ ആളുകൾ ആരെ ആരാധിക്കുന്നത്? ആ ശുശ്രൂഷകനെയാണ്. അങ്ങനെയാണ് ആൾ ദൈവങ്ങൾ. അവർക്ക് അതിനകത്തൊരു രസമാണ്. അവരുടനെ അത് കൊള്ളാം, തിരക്കേടില്ല, ബാക്കിയുള്ളവരെ അതിന് പ്രേരിപ്പിക്കുക. പക്ഷേ ഈ ദൂതൻ ചെയ്ത കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടിരുന്നത്, ദൈവത്തെ അല്ലാതെ ആരെയും ആരാധിക്കരുത്. മനുഷ്യരാരും ആരാധനയ്ക്ക് യോഗ്യരല്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ 1-2 സന്ദർഭങ്ങൾ കാണിച്ചു തരാം. അവിടെ അപ്പോസ്തലന്മാരത് തിരുത്തി ജനത്തെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ചില ആളുകൾ പാദപൂജ വരെ നടത്തുന്ന പാസ്റ്റർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് വേദപുസ്തകത്തിൽ അനുവാദം ഇല്ല. നമ്മളാര്? ദൈവത്തിനാണ് ആരാധന മുഴുവൻ പോകേണ്ടത്. അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരെ ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തടുത്തിട്ട് ദൈവത്തെ ആരാധിക്കാൻ പ്രേരിപ്പിച്ച
ചില സന്ദർഭങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് എത്തിയപ്പോൾ, കഥ അറിയാമല്ലോ അല്ലെങ്കിൽ ചരിത്രം അറിയാമല്ലോ. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നാണ് നാം വായിക്കുന്നത്. 10:25-26 അപ്പോസ്തലപ്രവൃത്തി. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയോസ് എതിരേച്ച് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ പത്രോസോ എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്ന് എന്ന് പറഞ്ഞാൽ ഈക്വൽ, നമ്മൾ സഹോദരന്മാരല്ലേ, നിങ്ങളെന്തിനാ എന്നെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതുപോലും ദൈവമാണ്, അതുകൊണ്ട് നീ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. നിന്റെ പ്രാർത്ഥന ദൈവമാണ് കേട്ടത്, എന്നെ പറഞ്ഞു വിട്ടത് ദൈവമാണ്, അതുകൊണ്ട് എന്നെ അല്ല ആരാധിക്കേണ്ടത്, ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഈ തിരുത്തൽ വീണ്ടും നമുക്ക് 14-ാം അധ്യായം വായിച്ചാൽ, പൗലോസ് ലുസ്ത്രയിൽ ചെന്നപ്പോൾ അവിടെ ഒരു മുടന്തനെ സൗഖ്യമാക്കി. അവിടെയും ഇത് കണ്ട ആളുകൾ ഉടനെ എന്ത് ചെയ്തു? അവിടെ അവർ പൂമാല കൊണ്ടുവന്ന് ഇട്ടു. നമുക്ക് 10 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കാനോവ്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർണബാസിന് ഇന്ദ്രൻ എന്നും പൗലോസിന് മുഖ്യ പ്രസംഗിയാകയാൽ അവന് ബുദ്ധൻ എന്നും പേര് വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്നു. പുരുഷാരത്തോടുകൂടെ യാഗം കഴിക്കുവാൻ ഭാവിച്ചു. ഇത് അപ്പസ്തോലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. അവർ തിരുത്തുന്നതാണ്ടോ പെട്ടെന്ന്, ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ദൈവത്തിലേക്ക് തിരിയണം. അതാണ് സുവിശേഷം. ദൈവത്തെ ആരാധിക്കണം. കണ്ടോ, അപ്പോസ്തലന്മാരെല്ലാം തിരുത്തി പഠിപ്പിച്ചു. ഇത് നമുക്കൊരു വലിയ പാഠമായിരിക്കണം. കാരണം ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവൻ മാത്രമാണ് ആരാധ്യൻ. ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. കൃപാവരം പ്രാപിച്ച മനുഷ്യരെയോ ശുശ്രൂഷകന്മാരെയോ ആരാധിക്കുവാൻ പാടില്ല. കൃപാവര പ്രാപ്തർ എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരെ ആരാധിക്കുന്ന എത്രയോ പേരാണ് ഉള്ളത്. അവരെ ആരാധിക്കാനായിട്ട് പാടില്ല. ആരാധനയ്ക്ക് അർഹൻ ദൈവം മാത്രമാണ്. വികാരപ്പാച്ചിലിൽ പോലും, മനസ്സിലായോ? ഞാൻ യോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞത്. വികാരപ്പാച്ചിലിൽ പോലും ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഒരു കാരണവശാലും ആരാധിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഈ 10 വാക്യങ്ങൾ പഠിച്ച് തീരുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലും ഇതിന് മുമ്പിലത്തെ ക്ലാസ്സിലും പരിശോധിച്ചു കൊണ്ടിരുന്നത്. ഈ വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്വർഗം സന്തോഷിക്കുന്നു, അല്ലേ? എന്താ സ്വർഗം? ഇത് ഇപ്പോൾ 19 തുടങ്ങിയതല്ല, 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ തുടങ്ങിയതാണ്. എന്തുകൊണ്ടാണ് സ്വർഗം സന്തോഷിച്ചത് എന്ന് ചോദിച്ചാൽ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ഒന്നാമത്തേത്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അവൻ തന്നെ ശത്രുക്കളെ ന്യായം വിധിച്ചു. മഹദിയാം ബാബിലോണിന് മതവ്യവസ്ഥയെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയെയും എല്ലാം ദൈവം ന്യായം വിധിച്ചു. ദൈവം നീതിയുള്ളവൻ, ദൈവം സത്യവാൻ, ദൈവം വിശ്വസ്തൻ. ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഓർത്താണ് ഒന്നാമത് സ്വർഗത്തിൽ ഹല്ലേലൂയ എന്ന് കേട്ടതും അവരവനെ ആരാധിച്ചതും. രണ്ടാമത്, നമ്മുടെ ദൈവം വാഴുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ദൈവം വാഴുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുത്തു. അവൻ എന്നും രാജാവാണ്. പക്ഷേ ഭൂമിയിൽ ഈ ലോകത്തിൽ ഒരു ദൈവം ആയിട്ട് പിശാച് പ്രവർത്തിക്കാൻ കുറച്ച് കാലത്തേക്ക് ഒരു അനുവാദം കൊടുത്തിരുന്നു. നമുക്കൊരു ടെസ്റ്റും കൂടാണത്, നമ്മൾ ആർക്ക് വിധേയപ്പെടുമെന്ന് അറിയാനായിട്ട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലായിരുന്നു. എന്നാൽ ആ ആധിപത്യത്തിൽ നിന്ന് അവനെ നിഷ്കാസനം ചെയ്തിട്ട് യേശു രാജാവായിട്ട് രാജ്യത്വം ഏറ്റെടുക്കുകയും ഭൂമിയിൽ അവൻ്റെ വാഴ്ച തുടങ്ങുകയും ചെയ്യുന്നു. അതോർത്തപ്പോൾ ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, മൂന്നാമതായിട്ട് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കി. എന്നിട്ട് ഈ കാന്തയും ചേർത്തുകൊണ്ട് വളരെ വേഗം കർത്താവ് ഭൂമിയിലേക്ക് ദൈവരാജ്യ സ്ഥാപനത്തിനായിട്ട് വരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്താണ് സ്വർഗത്തിൽ സന്തോഷമുണ്ടായത്. തീർച്ചയായിട്ടും സ്വർഗത്തിലെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അവൻ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുത്ത് അവൻ വാഴുന്നു. അവൻ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ച് സകലത്തെയും അവൻ ഭരിക്കുന്നു.
മാത്രമല്ല കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കും അവരോട് ചേർന്ന് സന്തോഷിക്കുകയും അവനെ ആരാധിക്കുകയും അവൻ്റെ ആ സന്തോഷത്തിൽ പങ്കാളികളാകുകയും കർത്താവിനോട് വീണ്ടും കർത്താവെ വേഗം വരണമേ എന്നവനോട് പറയുകയും ചെയ്യാം. അവൻ്റെ വരവിനായിട്ട് നോക്കി പാർക്കുകയും നമുക്ക് ഒരുങ്ങുകയും മറ്റനേകരെ ഒരുക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.